കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM-ൽ നിന്ന് BJP-യിലേക്ക് ചിലർ പോകുന്നു, BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നു, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചിലർ പോകുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ചുവടുമാറ്റ രാഷ്ട്രീയം നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു 2023. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ EP ജയരാജനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് BJP-യുടെ ഏറ്റവും മുതിർന്ന നേതാവായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തകൾ പ്രചരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അന്നേ ദിവസം രാവിലെ EP ജയരാജൻ ഇത് മാധ്യമങ്ങളോട് തുറന്നു സമ്മതിക്കുന്നു. എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് എന്ന ചോദ്യങ്ങൾ പ്രസക്തമായി വരുന്നു. ഈ സാഹചര്യത്തിൽ ഒക്കെയാണ് ആലപ്പുഴയിൽ BJP-യുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ EP ജയരാജൻ BJP നേതാക്കന്മാരുമായി സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ അതിന് കുറച്ചുകൂടി ബലമേറുന്ന ചില സാഹചര്യങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ EP ജയരാജൻ BJP-യിലേക്ക് ചേരുവാൻ ഉള്ള ചില നീക്കങ്ങൾ നടത്തിയെന്നതിൻ്റെ മറ്റൊരു രൂപം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി EP ജയരാജനെ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചില പ്രവണതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചില മാധ്യമ വാർത്തകളിലൂടെ അല്ലെങ്കിൽ ചില പാർട്ടിക്കുള്ളിലെ ചില നേതാക്കന്മാരുടെ പ്രതികരണത്തിലൂടെ വ്യക്തമായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നു എന്നുള്ളതും വാസ്തവപരമായ ഒരു കാര്യമാണ്. ഇവിടെ EP ജയരാജൻ BJP-യിലേക്ക് ചേക്കേറുവാനുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖമായി ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയാണ് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം തളിപ്പറമ്പിൽ വെച്ച് നടത്തിയ ഒരു യോഗത്തിലായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞത്. EP ജയരാജൻ BJP-യിലേക്ക് വരുമായിരുന്നു. നേതൃത്വത്തിൻ്റെ, അതായത് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചില പിടിപ്പുകേടുകൾ കൊണ്ടാണ് അദ്ദേഹത്തെ BJP-യിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാതെ പോയത്. അത്തരത്തിൽ അദ്ദേഹം BJP-യിലേക്ക് വന്നിരുന്നെങ്കിൽ അത് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം വലിയ തരത്തിൽ BJP ഗുണകരമാകുമായിരുന്നു എന്ന തരത്തിൽ പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നേതൃത്വം അവധാനത കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ കണ്ണൂരിലെ ജയരാജന്മാരിൽ പ്രസിദ്ധനായ DYFIയുടെ ആദ്യകാല ഏറ്റവും ആദ്യത്തെ സെക്രട്ടറിയായ EP ജയരാജൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയായി ഗവർണറായോ എന്തെങ്കിലുമൊക്കെയായി മാറിയേനെ എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. സുധാകരന്റെ പാതി മനസ്സ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് എന്ന് സന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ പോയതാണ് ഞാൻ. എന്നെ സുധാകരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്തെ ഗേറ്റിൽ വന്നാണ് സ്വീകരിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് എന്നെ ആനയിച്ചത്. ആ സ്വീകരണം ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള സ്വീകരണമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമാണ്. EP ജയരാജനെ പറ്റി മാത്രമല്ല ഗോപാലകൃഷ്ണനോട് പറയുന്നത്, സുധാകരനെ പറ്റി, സുധാകരനെ പറ്റിയും പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലപ്പുഴ വെച്ച് നടന്ന പാർട്ടി യോഗങ്ങളിൽ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു. അദ്ദേഹത്തിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷം മാറ്റി നിർത്തുന്നൊരു ആരോപണമുണ്ടാകുന്നു. അദ്ദേഹവും പാർട്ടിക്കെതിരായി ചില തിരുത്തൽ ബാധിക്കുന്ന പോലെ ചില കാര്യങ്ങൾ വേദികളിൽ തുറന്നടിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുധാകരന് പാർട്ടിയോട് വലിയ എതിർപ്പുണ്ട് എന്നത് കൃത്യമാണ്. എന്നാൽ പാർട്ടി വിട്ടു പോകുവാനുള്ള തീരുമാനം സുധാകരൻ എടുത്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം നൽകുന്ന മറുപടി ഇല്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തെ പലരും കാണാൻ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ കാണാൻ ചെന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയും വളരെ ശ്രദ്ധേയമായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം നൽകിയ മറുപടിയും വളരെ ശ്രദ്ധേയമായിരുന്നു.